ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ദുബായിലെ അൽഖുസ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഞാൻ താമസിക്കുന്ന സ്ഥലത്തെ ഒരു മാർക്കറ്റാണ്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ എല്ലാ സംഭവങ്ങളും ഇവിടെ കിട്ടുന്ന മാർക്കറ്റിൽ. ഇങ്ങനെ കണ്ടോ, ഈ ഒരു ഏരിയ മൊത്തം മാർക്കറ്റാണ്. നല്ല രസമാണ്. നമ്മുടെ ഇപ്പം കാണുന്നത് നമ്മുടെ ഇവിടെ ഫുഡ് കോർട്ടാണ്. നമ്മുടെ നിരവധി ഫുഡുകൾ, വെറൈറ്റി ഫുഡുകളെല്ലാം നമുക്കിവിടെ കിട്ടുന്നതാണ്. ഇത് മൊത്തം നമുക്ക് ഫുഡിൻ്റെ ഐറ്റംസാണ് ഇവിടെ മൊത്തം ഉള്ളത്. ഫുഡ് ഐറ്റംസാണ്. നമുക്കിനി ആ ഫിഷും മീറ്റും ഒക്കെ കിട്ടുന്നൊരു സ്ഥലം കാണിക്കാം. നമ്മുടെ സുഹൃത്ത് ഇവിടെ നിന്നുണ്ട്, ദാസേട്ടൻ നിന്നുണ്ട്. മീൻ മേടിക്കണം, മത്തി മേടിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ മീൻ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. മത്തിയാണ് മേടിക്കുന്നത്. എന്നാലേ 7 രൂപ. അവിടെ 7 ദറമാണ് പറയുന്നത് 1 കിലോ മത്തി. ഞങ്ങൾ അപ്പുറത്തെ സ്ഥലത്തോട്ട് നോക്കിയാണ്. ഈ ഒരു സൈഡ് മൊത്തം മീറ്റാണ്. മീറ്റിൻ്റെ കച്ചവടമാണ് ഈ ഒരു സൈഡ് മൊത്തം. ആ പോത്തിൻ്റെ കാലാണ്, അത് പായെന്ന് പറയും. പായ ഉണ്ടാക്കാൻ വേണ്ടിയുള്ളതാണ്. ഈ ഒരു സൈഡ് മൊത്തം മീറ്റാണ്. ഗൈസ്, നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് നമ്മുടെ പച്ചക്കറി മാർക്കറ്റിലേക്ക് കയറുകയാണ്. ഈ സൈഡ് മൊത്തം ഫുഡിൻ്റെയും അപ്പുറ സൈഡ് മീറ്റിൻ്റെയും ഫിഷിൻ്റെയും ഒക്കെയാണ്. ഇതാണ് പച്ചക്കറി. അങ്ങ് ദൂരെ വരെ മൊത്തം പച്ചക്കറിയും പലവ്യഞ്ജന സാധനങ്ങളും ഒക്കെയാണ്. അങ്ങ് നമ്മൾ കണ്ണെത്തുകയില്ല, അവിടെ വരെ ഉണ്ട് പച്ചക്കറി. ഇത് മൊത്തം ചീര. നമ്മുടെ നാട്ടിലെ ചീരയുണ്ട്, അല്ല നമ്മൾ കാണാത്ത ചീരയുണ്ട്, പാലക്ക ചീരയുണ്ട്, ഉള്ള സംഭവമുണ്ട്. ഇതിൻ്റെ ഇപ്പുറ സൈഡാണ് ഫ്രൂട്ട്സ്. നമുക്ക് കാണാം ഫ്രൂട്ട്സാണ്. ഒരു സൈഡ് മൊത്തം മീറ്റ്, അതിൻ്റെ ഇപ്പുറത്തെ ഫുഡ്, അതിൻ്റെ ഇപ്പുറത്ത് പച്ചക്കറി, അതിൻ്റെ ഇപ്പുറത്തുണ്ട് നട്ട്സ് കാര്യങ്ങളൊക്കെ. പിന്നെ അതിൻ്റെ ഈ സൈഡ് വരുമ്പോൾ ഇവിടെ മൊത്തം ഫ്രൂട്ട്സാണ്. ഈ ഒരു സൈഡ് മൊത്തം ഫ്രൂട്ട്സ് ഐറ്റമാണ്. ഈ ഒരു സൈഡ് മൊത്തം ഫ്രൂട്ട്സ്. പിന്നെ അവിടെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പം അതിൻ്റെ ഇപ്പുറത്ത് നമുക്ക് പലവ്യഞ്ജന കട, അതായത് പലചരക്ക് കട